വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കുറച്ച് പേർക്കെങ്കിലും അറിയുന്നുണ്ടാവും, ഞാൻ വെയിറ്റ് ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെയിറ്റ് ലോസ് എന്ന് പറയാൻ താല്പര്യമില്ല, പക്ഷെ എന്നാലും അങ്ങനെ പറയാം. ലൈഫ് സ്റ്റൈലിന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ സ്ട്രിക്റ്റ് ഡയറ്റോ കാര്യങ്ങളോ ഒന്നല്ല ഫോളോ ചെയ്യുന്നത്. യൂട്യൂബിൽ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും, ഞാനിപ്പോൾ അത്യാവശ്യം പോർഷനൊക്കെ കൺട്രോൾ ചെയ്തിട്ടാണ് ഇപ്പോൾ ഫുഡ് കഴിക്കുന്നത്, വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇതിന് മുന്നേയും ഒരുപാട് ഡയറ്റും സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ട്. പക്ഷെ വർക്കായോന്ന് ചോദിച്ചൊക്കെ വർക്കായിട്ടുണ്ട്, പക്ഷെ ഒരു ലോങ് ടൈം ആയിട്ട് എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാനത് പകുതി വെച്ച് ഡ്രോപ്പ് ചെയ്യലാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് 25 ദിവസമായിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത്, എനിക്കിഷ്ടമുള്ള ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്, എല്ലാ ഫുഡും കഴിക്കുന്നുണ്ട്. പക്ഷെ അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഞാൻ എല്ലാ ഫുഡും കഴിക്കുമ്പോൾ ഞാൻ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് കഴിക്കുന്നതെന്ന്. എൻ്റെ ഷോർട്ട് വീഡിയോസ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും ഞാൻ എന്ത് ഫുഡാണ് കഴിക്കുന്നതെന്നുള്ളത്. കുറച്ചും കൂടി എൻ്റെ രീതിയിൽ കുറച്ചും കൂടി ഹെൽത്തി വേർഷനിലാണ് ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നത്. ഓയിലും അതൊക്കെ കുറച്ചിട്ട് കൂടുതലും ഞാൻ ഈ ഫ്രൈ ചെയ്യുന്ന അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ മീനൊക്കെ ഫ്രൈ ചെയ്യുന്നതിന് പകരം ഞാൻ എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എയർ ഫ്രൈ അല്ലെങ്കിൽ ബേക്ക് ചെയ്തെടുക്കുക, ഗ്രില്ല് ചെയ്തെടുക്കുക, അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. വളരെ റെയർ ആയിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കൽ, അതും ഞാൻ ഷാലോ ഫ്രൈ ഒക്കെ ചെയ്യല്. പിന്നെ കൂടുതലും ഒലീവ് ഓയിൽ അങ്ങനത്തെ സംഭവങ്ങളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ബ്രെഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ മൾട്ടിഗ്രെയിൻ ബ്രെഡ്, പ്രോട്ടീനൊക്കെ അടങ്ങിയിട്ടുള്ള, ഇവിടെ നമുക്ക് അങ്ങനത്തെ ബ്രെഡൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ബ്രെഡാണ് യൂസ് ചെയ്യുന്നത്. റൈസ് ആണെങ്കിലും ചില സമയത്ത് വൈറ്റ് റൈസ് കഴിക്കുന്നുണ്ടെങ്കിൽ പോലും കൂടുതലും മട്ട റൈസ്, നമ്മുടെ ബ്രൗൺ കളർ വരുന്ന നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മട്ട അരി ഉണ്ടല്ലോ, അതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ചപ്പാത്തി എല്ലാം കഴിക്കുന്നുണ്ടെങ്കിലും കുറച്ച് പോർഷൻ കൺട്രോൾ ചെയ്ത് കൂടുതൽ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ തുടങ്ങി ഫുഡിൽ. ആദ്യം എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ ചിക്കൻ ആണെങ്കിൽ ഇപ്പോൾ ചിക്കനും റൈസും മാത്രം അങ്ങനെ കഴിക്കും, വെജിറ്റബിൾസ് ഒന്നും ഉൾപ്പെടുത്താണ്ട് നമുക്ക് തോന്നിയ പോലെ ആയിരുന്നു കഴിക്കൽ. ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഞാൻ ചിക്കൻ എടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ കുറച്ച് വെജിറ്റബിൾസും അതേപോലെ തന്നെ കുറച്ച് കാർബോഹൈഡ്രേറ്റും എല്ലാം മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഇപ്പോൾ കഴിക്കുന്നത്. ഞാൻ വെയിറ്റ് കുറയ്ക്കാൻ തീരുമാനിച്ച ആ സമയത്ത്, സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 67 കിലോ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം ഞാൻ 3 കിലോ കുറഞ്ഞു, 64ലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇത് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്, എനിക്ക് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും അന്ന് ഫീൽ ചെയ്തിരുന്നില്ല. ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എനർജിയൊക്കെ കുറച്ച് കുറവായിരുന്നു, ഒന്നിലും അധികം ആക്റ്റീവ് ആയിരുന്നില്ല, എല്ലാ കാര്യത്തിലും ഒരു മടി കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ വന്നിരുന്നു. പിന്നെ എൻ്റെ ഉറക്കമൊക്കെ ഭയങ്കര ഇതായിരുന്നു കേട്ടോ, മോശാവസ്ഥയിലായിരുന്നു. ഇത് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് കുറച്ച് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാരണം ഞാൻ എപ്പോഴും കഴിക്കുന്ന അത്ര ക്വാണ്ടിറ്റി തന്നെ എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരാഴ്ച നമുക്ക് തലവേദന, ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു 1 വീക്ക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട്, അത് കാണാത്തൊരു കണ്ടോക്കാം കേട്ടോ. അപ്പോൾ സ്റ്റാർട്ടിങ് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ മെല്ലെ മെല്ലെ അതൊക്കെ മാറി. ഇപ്പോഴത്തെ എൻ്റെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത്, അത്യാവശ്യം എൻ്റെ സ്ലീപ്പൊക്കെ നന്നായിട്ട് തന്നെ ഓക്കെ ആയിട്ടുണ്ട്, നല്ല ക്വാളിറ്റി സ്ലീപ്പ് കിട്ടാൻ തുടങ്ങി. പിന്നെ ഞാൻ ഒന്നുകൂടിയും വാട്ടർ ഇൻടേക്ക് കൂട്ടിയിട്ടുണ്ട്. ആദ്യം ഞാൻ 1 ഗ്ലാസ് 2 ഗ്ലാസ് ഒക്കെ കുടിച്ചാലായിട്ടോ, ഇപ്പം ഞാൻ 2 ലിറ്റർ വരെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ചില സമയത്ത് പറ്റാറില്ല, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ചില സമയത്ത് ഞാൻ ഫുഡ് കട്ട് ചെയ്തിട്ട്, ഇപ്പോൾ രാവിലെ കഴിക്കുന്നതൊക്കെ കറക്റ്റ് പ്രോപ്പർ ടൈമിലൊന്നും ആയിരിക്കുമല്ലോ ഞാൻ ഫുഡ് കഴിക്കലുണ്ടാവുക. ചില സമയത്ത് 9 മണിയാണെങ്കിൽ, ചില സമയത്ത് 11 മണി, ചില സമയത്ത് 12 മണി, അങ്ങനെയൊക്കെയാണ് കഴിക്കുക. ഇപ്പോൾ എന്ന് പറയുന്നത്, ഞാൻ കറക്റ്റ് രാവിലെ ഫുഡ് കഴിക്കും, ഉച്ചക്ക് അതുപോലെ ലഞ്ച് കഴിക്കും. ഇതിൻ്റെ ഇടയിൽ ഞാനൊരു 9 മണിക്കൊരു ചെറിയ സ്നാക്സ് എന്തെങ്കിലും കഴിക്കും. പിന്നെ രാത്രി ഡിന്നർ കഴിക്കും. ഒന്നും കൂടി നേരത്തെ ഒരു 6, 6:30, 7 മണീൻ്റെ ഉള്ളിൽ ഡിന്നർ കഴിക്കാൻ വേണ്ടി നോക്കലുണ്ട്. ചില സമയത്ത് എനിക്ക് അങ്ങനെ കറക്റ്റ് ഫോളോ ചെയ്യാൻ പറ്റാറില്ല, ചില സമയത്ത് അത് 9 മണി ആവാറുണ്ട്. പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ നേരത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കും കേട്ടോ. പിന്നെ റൈസും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെയും അളവ് കുറച്ച് പോർഷൻ കൺട്രോൾ ചെയ്തിട്ടാണ്. അപ്പം ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ വലിയ പ്രതീക്ഷയിലൊന്നല്ല തുടങ്ങിയത്. ചെറിയ മാറ്റം കൊണ്ടുവരാം
എന്താണ് എൻ്റെ ബോഡിയിൽ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ലല്ലോ. ചിലപ്പോൾ അത് പെട്ടെന്ന് തന്നെ ചേഞ്ച് വരും, ചിലപ്പോൾ വെയിറ്റ് കുറയാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഇപ്പോൾ 25 ദിവസത്തിനുള്ളിൽ 3 കിലോ കുറയ്ക്കാൻ വേണ്ടി എനിക്ക് പറ്റിയിട്ടുണ്ട്. ഈ ചെറിയ ഒരു മാറ്റം എൻ്റെ ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവന്നപ്പോൾ കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും കൂടി എഫേർട്ട് ഇട്ടാൽ ഒന്നും കൂടി കുറയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയാം. പക്ഷെ ഞാൻ ഭയങ്കര ക്രേസി ആയിട്ട് എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല. എൻ്റെ ഇഷ്ടങ്ങളും ഇതൊക്കെ മാറ്റി വെച്ചിട്ട് അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ചിട്ട് തന്നെ തടി കുറയ്ക്കുക എന്നുള്ള ഇതിലാണ് കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും ഒരു 3 കിലോ കുറച്ചതിനാണോ ഇങ്ങനെ വന്ന് പ്രസംഗിക്കണതെന്ന്. അപ്പോൾ 3 കിലോ ഒരു 25 ദിവസത്തിനുള്ളിൽ കുറച്ചെന്ന് പറയുന്നത് എനിക്ക് ചെറിയ സംഭവമല്ല, എനിക്കത് വലിയ സംഭവം തന്നെയാണ്. കാരണം ഞാൻ ഇത്രയും ഫുഡ് കഴിച്ചിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് കഴിച്ചിട്ടുള്ളത്. ഇത്ര ഫുഡ് കഴിച്ചിട്ട് ഞാൻ 3 കിലോ എനിക്ക് കുറക്കാൻ വേണ്ടിയിട്ട് പറ്റി. അപ്പോൾ അതിന് അടുത്ത മാസം അത് 6 ആയിരിക്കും. അപ്പോൾ അതേപോലെ 3 കിലോ അടുത്ത മാസം കുറഞ്ഞാൽ 6 ആവും, പിന്നെ അത് 9 ആവും. അപ്പോൾ 3 മാസം കൊണ്ട് എനിക്ക് 9 കിലോ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ പെട്ടെന്നുള്ള റിസൾട്ടിനേക്കാളും അല്ല, നമുക്ക് ഇങ്ങനെ സ്ലോ ആയിട്ട് കുറയ്ക്കുമ്പോൾ ആ റിസൾട്ട് എപ്പോഴും അങ്ങനെ ഉണ്ടാവും. പിന്നെ എനിക്കിത് ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമാക്കാനാണ് കേട്ടോ താല്പര്യം. അതാണ് ഞാൻ എല്ലാ ഫുഡും കഴിക്കുക. ഇപ്പം നമ്മളൊരു ഡയറ്റ് ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് ഒരു പീരീഡിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു മാസമൊക്കെ ഉള്ള ഡയറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എപ്പോഴും അത് ഫോളോ ചെയ്യാനൊന്നും പറ്റിയെന്ന് വരില്ല. ഞാൻ ചെയ്ത സമയത്ത് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു കല്യാണമൊക്കെ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ആ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇവിടെ എല്ലാ ഫുഡും കഴിക്കുന്നുണ്ട്, പക്ഷെ ക്വാണ്ടിറ്റി കുറച്ചിട്ട്. അതാകുമ്പോൾ നമുക്ക് ഒരു ലൈഫ് സ്റ്റൈലായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. എല്ലാ ഫുഡും കഴിക്കുമ്പോൾ നമുക്ക് അധികം മെന്റലി പ്രഷർ വരൂല കേട്ടോ. എനിക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് മാറ്റി വെക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇത് വെയിറ്റ് ലോസിന്റെ സമയത്ത് ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ ചായന്റെ ഇൻടേക്ക് ഒക്കെ കുറച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം ഞാൻ 2-3 കപ്പൊക്കെ കുടിക്കായിരുന്നു, ഇപ്പോൾ 1 നേരമാക്കി മാറ്റിയിട്ടുണ്ട്. ചില സമയത്ത് ഷുഗർ ഇടാറുണ്ട് കേട്ടോ, തീരെ പറ്റാത്ത സമയത്ത്. പ്രത്യേകിച്ച് നമ്മൾ ഓഫായിട്ട് ഇരിക്കൂലേ വീട്ടിൽ, ആ സമയത്ത് ഒരു ദിവസം ഞാൻ മധുരം ഇട്ടിട്ട് അങ്ങനെ കുടിക്കും. ചില സമയത്ത് വിത്തൗട്ട് ആയിട്ടാണ് കുടിക്കാറ്, മിൽക്ക് ഒഴിച്ചിട്ട് തന്നെയാണ് കേട്ടോ കുടിക്കല്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഗ്രീൻ ടീ അങ്ങനത്തെ ഒക്കെ കുടിക്കും. ഇപ്പം ഇന്ന് ഞാൻ ജിഞ്ചർ ടീ അതൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനത്തതൊക്കെ നമുക്ക് കുടിക്കാം കേട്ടോ, കലോറി കുറവായിട്ടുള്ള. പിന്നെ സ്നാക്സ് ആയിട്ട് ഞാൻ ഒന്നുകൂടി ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സിൽ തന്നെ ഞാൻ കഴിക്കുന്നത് ആപ്പിള്, ഓറഞ്ച്, അതുപോലെ തന്നെ സ്ട്രോബെറി, കൂടുതലും ബെറീസ് ഒക്കെ ആണ് കേട്ടോ. ആദ്യം എന്ന് പറയുമ്പോൾ ഞാൻ സ്നാക്സ് ആയിട്ട് എടുത്തിരുന്നത് നമ്മുടെ ചിപ്സും അതുപോലെ തന്നെ റസ്ക്, മിക്സർ, നമ്മളെ ബേക്കറി കാണുന്ന നുറുക്ക് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആയിരുന്നു ഞാൻ അത് സ്നാക്സ് ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വൈകുന്നേരമാണെങ്കിൽ നമ്മളൊരു പഴംപൊരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ആദ്യം കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ എൻ്റെ സ്നാക്സ് എന്ന് പറയുന്നത് ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും, പിന്നെ നമുക്ക് മക്കാന, അതൊക്കെ ഭയങ്കര നല്ല ഓപ്ഷനാണ് കേട്ടോ. അതിലൊക്കെ കലോറി കുറവാണ്, നല്ല അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന സ്നാക്സുമാണ്. അപ്പോൾ അങ്ങനത്തെയൊക്കെയാണ് ഇപ്പം ഞാൻ കഴിക്കുന്നത്. അപ്പോൾ ഈ നട്ട്സ് എടുക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കും വേണം കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ എടുത്തു കഴിഞ്ഞാലും നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും റിസൾട്ട് കിട്ടുക, നല്ല വെയിറ്റ് കൂടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ വാൾനട്ട്, കാഷ്നട്ട്, ഇതിലൊക്കെ ഹൈ കലോറിയാണ്. അപ്പോൾ എല്ലാതും ഒരു മിതമായ രീതിയിൽ, ഇപ്പോൾ ഞാൻ ബദാമൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 4-5 എണ്ണൊക്കെ അതൊക്കെ അത്രേ എടുക്കാറുള്ളൂ. അപ്പോൾ കലോറി ട്രാക്ക് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. ഒരു മനക്കണക്ക് കിട്ടും. നമ്മളിപ്പോൾ മനസ്സിൽ ഇപ്പം നമുക്കറിയാമല്ലോ, നമ്മൾ എന്നും കഴിക്കുന്ന ഫുഡും അതിൽ നിന്ന് കുറച്ചാലുണ്ടാവുന്ന ഒരളവ്. അങ്ങനെയാണ് ഞാൻ ഫുഡ് ഇപ്പോൾ കഴിക്കുന്നത്. ആദ്യമൊക്കെ കുറേ ചോറ് കഴിക്കുമായിരുന്നു, ഇപ്പോൾ ചോറ് കുറച്ചും കറികളും ഉപ്പേരി, നമ്മുടെ സൈഡിൽ വെക്കുന്ന തോരൻ ഉണ്ടല്ലോ, അതൊക്കെ കൂടുതൽ ഇപ്പോൾ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടി വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ചപ്പാത്തി ആണെങ്കിൽ ഇപ്പോൾ ഞാൻ സ്പിനാച്ചൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയപ്പോൾ തന്നെ എനിക്ക്
ഇത്രയും ചേഞ്ചസ് ഉണ്ടായി. വെയിറ്റ് മെഷീനിൽ മാത്രമല്ല എനിക്ക് മാറ്റം അറിയാൻ പറ്റുന്നത്, എൻ്റെ ബോഡിയിൽ തന്നെ എനിക്ക് ആ ഒരു ഫീൽ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ല എനർജി ഫീൽ ചെയ്യാൻ തുടങ്ങി, ഒന്നും കൂടി ഞാൻ ആക്റ്റീവാണ്. ഇപ്പൊ ജിമ്മിലൊക്കെ പോകാനാണെങ്കിലും എനിക്ക് മടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ആദ്യം എന്ന് പറയുമ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല മടിയായിരുന്നു ജിമ്മിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എനിക്ക് ഒരു മോട്ടിവേറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഞാൻ. എനിക്ക് ഞാനിപ്പോൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല, നമുക്ക് ഇത് ചെയ്യാം അത് ചെയ്യാം, അങ്ങനത്തെ ഒക്കെ ഒരു തോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ 4 ദിവസമാണ് വീക്കില് ജിമ്മിൽ പോവാറുള്ളത്. ചില സമയത്ത് എനിക്ക് അത് പറ്റാറില്ല, തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഞാൻ പോവാറില്ല കേട്ടോ. പറ്റുന്ന ദിവസങ്ങളൊക്കെ ചെറിയ ചെറിയ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ മെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ഫുഡാണ്. ബാക്കിയാണ് കേട്ടോ, ഒരു 20% മാത്രമാണ് നമ്മളെ വർക്കൗട്ടിൽ ഇരിക്കുന്നത്, ബാക്കിയൊക്കെ ഫുഡിലാണ് ഇരിക്കുന്നത്. പിന്നെ ഞാൻ ചോക്ലേറ്റ് തീരെ കഴിക്കാറില്ല കേട്ടോ, അത് ഞാൻ മൊത്തത്തിൽ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ക്രേവിങ്സ് തോന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മളെ സിത്താഫില് അങ്ങനത്തെ ഒക്കെ ഫ്രൂട്ട് ഉണ്ടല്ലോ അതൊക്കെ കഴിക്കാനാണ് ശ്രമിക്കാറുള്ളത്. അല്ലാണ്ട് നമ്മുടെ ഡയറി മിൽക്ക്, സ്നിക്കേഴ്സ് അങ്ങനത്തെ ഉള്ള എല്ലാ ചോക്ലേറ്റും ഞാൻ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. കഴിക്കില്ല എന്നാണ് എനിക്ക് ഇനി തോന്നുന്നത്. ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല, അപ്പോൾ ഇനിയും കഴിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്താ പറയുക, വർക്കൗട്ട് ഞാൻ പറഞ്ഞു വന്നത് 20% മാത്രമാണ്, ബാക്കിയൊക്കെ ഫുഡിലാണ് കേട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും വെയിറ്റ് ഒക്കെ കുറയ്ക്കാൻ നിങ്ങൾ ആലോചിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ നീട്ടി കൊണ്ടുപോകാണ്ട് നിങ്ങളിപ്പോൾ നാളെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് ചേഞ്ചസ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൊണ്ടുവരാണ്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ അളവിലും അതിലൊക്കെ മാറ്റം വരുത്തിയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും റിസൾട്ട് ഉറപ്പാണ് കേട്ടോ. എനിക്ക് എന്നെ 25 ദിവസം കൊണ്ടുപോകാൻ പറ്റിയെന്ന് ആലോചിക്കുമ്പോൾ ഞാൻ തന്നെ നെട്ടിയിരിക്കുകയാണ്. 25 ദിവസം ആയത് അറിഞ്ഞില്ല. പറയുമ്പോൾ ചെറിയ മാറ്റം ഞാൻ വരുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും വെയിറ്റ് ഒക്കെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാം. ബോഡിയിൽ നല്ല സൂപ്പർ റിസൾട്ട് ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. എനിക്ക് അത് കറക്റ്റ് എനിക്ക് ഫീൽ ചെയ്യാനുണ്ട് എൻ്റെ ബോഡിയിൽ. എനിക്കിപ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിച്ചാലോ അങ്ങനത്തെ ഒന്നും എനിക്ക് ഹെവി ഫീലിംഗ് ഒന്നും തോന്നുന്നില്ല. ആദ്യം എനിക്ക് ഭയങ്കര ഒരു ഹെവി ഫീലിംഗ് ആയിരുന്നു ബോഡിയിൽ, ഇപ്പോൾ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾ വെയിറ്റ് മെഷീനിലുള്ള വെയിറ്റ് കുറയുന്നതിനേക്കാൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് എൻ്റെ ബോഡിയിൽ ഇപ്പോൾ ഈ ടീഷർട്ടൊക്കെ ഞാൻ ആദ്യം ഇടുമ്പോൾ എനിക്ക് കുറച്ച് ടൈറ്റ് ആയിരുന്നു. പിന്നെ എൻ്റെ പാൻറ്റിൻ്റെ അതൊക്കെ എനിക്ക് കുറച്ച് ടൈറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ പാൻറ്റൊക്കെ ഇടുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയാനുണ്ട് കുറഞ്ഞതിൻ്റെ ഒരു ഇത് എനിക്ക് അറിയാനുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് കുറയ്ക്കാൻ താല്പര്യമുള്ളവർ സ്റ്റാർട്ട് ചെയ്യാം, ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാം. ഈ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ എൻ്റെ ഒരു ചെറിയൊരു അപ്ഡേറ്റും കൂടി ഞാനിവിടെ പറഞ്ഞെന്നുള്ളൂ. ഞാൻ ഡെയിലി എന്തൊക്കെയാണ് കഴിക്കുന്നത് അതൊക്കെ കാണാൻ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോ കണ്ടാൽ മതി കേട്ടോ. ഞാൻ ഷോർട്ട് വീഡിയോ ഞാൻ ഡെയിലി ഇടാറുണ്ട്, വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറഞ്ഞിട്ട്. അതിൽ ഞാൻ ഡേയും മെൻഷൻ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ 25ാമത്തെ ദിവസത്തെ ഫുഡ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, അതാകുമ്പോൾ എനിക്കൊരു നാളെ എനിക്ക് എടുത്തു നോക്കുമ്പോൾ ഞാൻ ഇതെങ്ങനെ ഫോളോ ചെയ്തതെന്ന് അറിയാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഇടുന്നത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഒരു 10 പേര് കണ്ടിട്ട് ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടാണെങ്കിലും. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.